അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇവിടുത്തെ ഒരു ബ്യൂട്ടി പാർലർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അവിടെയുള്ള സർവീസസ് എന്തൊക്കെയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടോണി ചൈൻ സിംഗപ്പൂരിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്ക് ഒത്തിരി റിക്വസ്റ്റ് ഒക്കെ വന്നായിരുന്നു, ഇവിടെ സിംഗപ്പൂരിലെ ബ്യൂട്ടി പാർലറൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇവിടുത്തെ സ്കിൻ കെയറിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് അവൈലബിൾ. നമുക്ക് നാട്ടിലുള്ള അതേ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഭയങ്കര എക്സ്പെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ഒരു 5 ഇരട്ടി എങ്കിലും ആവും ഇവിടെ ഒരു സാധാരണ ഒരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി. പക്ഷേ എന്നാലും നമുക്ക് പല പാക്കേജസും ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഫേഷ്യലും നല്ല ട്രീറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ബ്യൂട്ടി പാർലർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അവിടെയുള്ള സർവീസസ് എന്തൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് ഇത് ഇവരുടെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും. കാരണം ഇവർക്ക് ഒത്തിരി റൂംസും കാര്യങ്ങളും ഉണ്ട്, പിന്നെ നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ സിംഗപ്പൂരിൽ എങ്ങനെയാണ് ഇതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഇന്നലെ ഞാൻ പോയ ജേർണി ഒന്ന് നിങ്ങൾ കണ്ടിട്ട് പോകാം. നല്ല ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് കേട്ടോ. ഞാൻ അപ്പോയിൻമെന്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മുടെ ഫേസ് ഞാൻ ഷേവ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ ഷേവ് ഒക്കെ ചെയ്യണം, പക്ഷേ ഈ പൗഡർ അങ്ങനത്തെ ക്രീമുകളൊന്നും ഇടരുത് കേട്ടോ ഈ പരിപാടിക്ക്. അവർ ആക്ച്വലി ക്ലീൻ ചെയ്യും, പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഗൈസ്, നമുക്ക് നേരെ വണ്ടിക്കകത്തോട്ട് കയറാം. വണ്ടിയെല്ലാം കഴുകി നല്ല സെറ്റപ്പ് ആക്കി. ഓ മൈ ഗോഡ്. ഓക്കെ, എനിക്ക് ഇതൊന്ന് ചാർജ് ചെയ്യണം. സംഭവത്തിനൊന്നും ചാർജ് ഇല്ല. അയ്യോ, ഞാനിപ്പോൾ ഇവിടെ വന്നത് ഇതുണ്ടോ, പാർക്കിംഗ് ഫുള്ളെന്നാണ് കാണിക്കുന്നത്. ലോറി മേടിച്ചിട്ടും കാര്യമില്ല, ലോറിയും ഫുള്ളാണെന്നാണ് കാണിക്കുന്നത്. പാർക്കിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിൽ അത് സിംഗപ്പൂർ അടിപൊളിയാണ്. അങ്ങനെ ലൈനൊന്ന് മാറ്റി അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോവുക, എല്ലാവർക്കും നല്ല പേഷ്യൻസ് ആണ് കേട്ടോ. ഗൈസ്, ഇവിടെ കാർ പാർക്ക് ഫുൾ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പം ഞാൻ 6 PM കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് $2.70 ആണ് പെർ എൻട്രി, അല്ലെങ്കിൽ $1.40 ഫോർ 1 hour, പിന്നെ ഓരോ 30 മിനിറ്റിനും 95 cents വെച്ച്. അപ്പോൾ ഗൈസ്, വണ്ടിയെല്ലാം ഞാൻ ഇവിടെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ മേളിലോട്ട് പോകണം. ഇവിടെ കടയെന്ന് പറയുന്നത് ലെവൽ 5 ആണ് ഗൈസ്. ഇപ്പം ഞാൻ ഷോപ്പിംഗ് മോളിൽ കയറി. ലെവൽ 5 ആണ് ഞാൻ പോകേണ്ടത്. ലിഫ്റ്റ് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് എസ്കലേറ്റർ എടുത്ത് പോകാനാണ് പരിപാടി ഗൈസ്. അപ്പം ഞാൻ ലെവൽ 5-ലെത്തി. ഇനിയിപ്പം ഈ ഷോപ്പ് കണ്ടുപിടിക്കണം. നേരെ പോവാം. നേരെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ എവിടെങ്ങാണ്ടാണ് ഗൈസ്. ആ കാണുന്ന ഷോപ്പാണ് കേട്ടോ, ന്യൂയോർക്ക് സ്കിൻ സൊല്യൂഷൻസ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതൊരു വലിയൊരു ഷോപ്പിംഗ് മാളാണ് കേട്ടോ. ഇതുണ്ടോ ഗൈസ്. അപ്പോൾ ഞാനിവിടെ ഒരു റൂമിലിരിക്കുകയാണ്. അവർ നമ്മളിപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കിനിയിപ്പോൾ ആദ്യം ഒരു കൺസൾട്ടേഷനാണ് കേട്ടോ. അപ്പം അവർ വന്നിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ചെക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ആക്ച്വലി സിംഗപ്പൂരിലെ ഈ ഫേഷ്യൽ അല്ലെ സ്കിൻ പ്രോഡക്ട്സ് ഒക്കെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അവർ നമ്മുടെ ഇതൊക്കെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഐപാഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, യാ, വെരിഫൈ. ഓക്കെ. അപ്പോൾ ആദ്യം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് രജിസ്ട്രേഷനാണ്. ഓക്കെ, ഇതിപ്പം ഒരു 2.5 hours ഉണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മേ, ഇത്രയും സമയം എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുപ്പി വെള്ളം കൂടെ തന്നു കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് ഇരിക്കാം. Try. Okay. And then the time is 2 hours lah. Okay. Inside also got the scanning, editing. Okay. I see. Yeah. Oh, $360, right? Yeah. Yeah. Okay. So this one is our hydrocollagen treatment. The step. So first we'll do the double cleansing for you, and then this one is the benefit lah. You can see, and then the product also. This one is the ingredient lah, so it's natural one lah. Sensitive skin also can use. Okay. So double cleansing, and then I will put the softening hydrating mask for you. This one is give soften your pores and then soothing lah. So after we'll do the extraction. So the natural mask inside have the cowling, can repair your pores and then clear your pores also. നമ്മുടെ ഞെക്കി കഴിയുമ്പോൾ നമുക്കിത് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും കേട്ടോ, നമ്മുടെ സ്കിന്നിന്റെ കാര്യങ്ങളൊക്കെ. കൊള്ളാലോ. ആഹാ, അയ്യോ, ഭയങ്കര പരിതാപകര അവസ്ഥയാണല്ലോ.
ഇതാണ് 2 മാസം ഫേഷ്യൽ ചെയ്തില്ലേ അപ്പ തന്നെ ചെളിയോ. ഓ മൈ ഗോഡ്, ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടോ ഗൈസ്, ഞാൻ വേറെ ലെവലാവും. അപ്പോൾ ഗൈസ്, റൂം ടൂർ ഇതുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു നമുക്ക് കിടക്കാവുന്ന രീതിയിൽ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ്, എയർകോണ്, പിന്നെ ഇതാണ് കേട്ടോ ന്യൂയോർക്ക് സ്കിൻ സൊല്യൂഷൻ. ഇത് സിംഗപ്പൂരിലും മലേഷ്യയിലും ഉണ്ട് കേട്ടോ ഇത്. പിന്നെ ഇതുണ്ട്, ഇവിടെ നമുക്ക് വാട്ടറൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുവാണ്. കൊള്ളാം, അടിപൊളി സംഭവമാണ്. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ ഓരോ മെഷീൻസ് ആണ് കേട്ടോ ഇത്. പക്ഷെ 2.5 മണിക്കൂർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കണം. അതാണ് ഏറ്റവും വലിയ പാട്. 2.5 മണിക്കൂർ ഇതിൻ്റെ അകത്ത് ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേഷ്യൻസ് വേണം കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് ഷൂസ് എല്ലാം നമ്മൾ ഊരിയിടണമെന്ന് തോന്നുന്നു. ഞാൻ ഗൈസ് ഇതിൻ്റെ പുതിയ ഷൂ ആണ് കേട്ടോ, ബാൽമേൻ്റെ നിഷയുടെ ഗിഫ്റ്റാണ്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടോ ഈ ഷൂ? ഞാനിതിപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇട്ടുകൊണ്ട് പോകും. നല്ല കംഫർട്ടാണ്, അടിപൊളി സംഭവമാണ് കേട്ടോ. ഞാൻ ഈ ബാൽമേനെ പറ്റി ഒരു ഈ ഷൂ മേടിച്ചതിൻ്റെ ഒരു കഥ ഞാൻ ഒരു വീഡിയോ ആക്കുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് ദിസ് ഷൂ. അപ്പം നമ്മൾ ഇത്രയും ഫേസ് ആണ് കേട്ടോ ചെയ്യുന്നത്. What is this? Double cleansing. Double cleansing. Okay. Yeah, it's so cool. എന്താണ് സംഭവം? What is this? Cleanser. Cleanser. Okay. അവര് മാസ്ക് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവര് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനിയിപ്പം മാസ്ക് വെച്ചിട്ട് എനിക്കിവിടെ ചെറിയൊരു സ്ഥലം തരാമെന്ന് പറഞ്ഞു ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി. ഗൈസ്, ഇത് ഞാൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഈ മാസ്ക് വെച്ചിട്ട് നമ്മളിനി വെയിറ്റ് ചെയ്ത് സംഭവം കൊള്ളാം അല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. പേടിയാകുന്നുണ്ടല്ലേ? ഓക്കെ, നമുക്ക് എന്നാൽ ഇച്ചിരി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതാകുമ്പോൾ ഇച്ചിരി ഒരു ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ ഗൈസ്, ഇത് മാസ്ക് എല്ലാം മാറ്റി കേട്ടോ. വാട്ട് ആർ യു ഗോയിങ് ടു ഡു നെക്സ്റ്റ്? ഇൻസ്ട്രക്ഷൻ. ഓക്കെ. അയ്യോ, അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി ഇത് മാത്രമേ. ഇപ്പം അവർ ഒരു കൊളാജിൻ ജെൽ ഇടുവാണ് കേട്ടോ. ഈ കൊളാജിൻ ജെൽ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് ഒത്തിരി നല്ല ഒരു പ്രോട്ടീൻ റിച്ച് തരുന്ന ഒരു സംഭവമാണ്. ഞാനിത് ആക്ച്വലി വായിച്ചതാണ് കേട്ടോ ഇവിടെ. അപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം അതിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ അടിപൊളിയാണ്. Oh, what is this? This one is the ultrasound machine. For what? You can give lifting and firming, and then reduce the wrinkles. Guys, ഇനി അവര് മാസ്ക് ഇടാൻ വേണ്ടി പോകണം. പക്ഷെ ഇതിന് അവര് കണ്ണടയ്ക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് വീഡിയോ എത്രത്തോളം നല്ലപോലെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആ മാസ്ക് ഇടുന്നത് വരെ ഞാൻ കാണിക്കാം. ഇതിങ്ങനെ കുറെ പരിപാടി ഉണ്ട് കേട്ടോ. സംഭവം കൊള്ളായതുകൊണ്ടോ ലെവലായി. Is this the mask that you need to take out? No, it's just add-on. Oh. So it's double layer mask. Then after that you will take it out, Yeah. like the video. അയ്യോ, ഇത് കൊള്ളാലോ. ടപ്പല്ലേ. ഇതാണ് ഏറ്റവും അതിന്റെ മെയിൻ സംഭവം കേട്ടോ, ഈ ഒരു മാസ്ക്. How many masks are you putting? Two masks. Yeah. Okay. അപ്പോൾ 2 മാസ്ക് ഉണ്ട്. ഇത് ആദ്യത്തെ മാസ്ക് ആണ്. How many minutes I need to put this one? 10 minutes. 10 minutes. Okay. Yeah. അയ്യോ ഗൈസ്, കണ്ണടച്ച്. അയ്യോ, 10 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇരിക്കണം ഗൈസ്. Then the one you already clear. Okay. എന്തോ ഒരു രണ്ടാമത്തെ ലെയർ മാസ്ക് ഇടുവാണ് കേട്ടോ ഗൈസ്. എനിക്കൊന്നും കാണത്തില്ല, ഞാനൊരു ഉദ്ദേശം വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല.
അയ്യോ മാസ്ക് എടുക്കാൻ എന്തൊരു സുഖം. 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്ക് ഇതുണ്ട് ഇവിടെ നിന്നൊരു ഹോട്ട് ടീ നമുക്ക് കിട്ടി കേട്ടോ. ന്യൂയോർക്ക് സ്കിൻ സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ ഒരു ഹോട്ട് ടീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പതുക്കെ കുടിക്കണമെന്നാണ് അവർ പറഞ്ഞത്. നോക്കട്ടെ. This one is your before and then this one is your after lah. So after treatment you can see your skin is whitening, but you can see your skin is lifting. Oh, okay. Yeah, the shape you can see. This one is after, this one is the before, before and after. So after you can see your face already lifting and firming lah. Okay. And then you എനിക്ക് ഇതൊരു ഫ്രീ ഗിഫ്റ്റ് കിട്ടി. This is a ladies bag, no right? No. Gents right? Okay. Then ഇതിൻ്റെ അകത്ത് ഏതാണ്ടൊക്കെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഇതൊരു കവറും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഞാൻ പോവാണ്. ഗൈസ്, അപ്പോഴത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇവിടെ ഈ ഒരു ഫ്ലോർ മൊത്തവും ഇങ്ങനത്തെ ഈ ഒരു സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പം അടുത്ത പരിപാടിക്ക് വേണ്ടി പോവാം. ഇപ്പോൾ ഇവിടെ സമയം 9 മണിയായി കേട്ടോ. 9 മണിയാകുമ്പോൾ ഉള്ള അവസ്ഥയാണിത്. ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സും ഇപ്പം അടയ്ക്കാനുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റ് ചെയിൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിംഗ് മാളിൽ. ഇപ്പോൾ പല തരത്തിലുള്ള കടകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. എന്താ ഓരോ ഇതുണ്ട്. ഈ ഒരു ഷോപ്പൊക്കെ കണ്ടില്ല, നല്ല രസമല്ലേ ഇത് കാണാൻ. ആക്ച്വലി ജസ്റ്റ് ഇതുണ്ട്, ഈ ഹോം ഡെക്കോർ ഇതൊക്കെയാണ് കേട്ടോ. പില്ലോസും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ നേരെ താഴോട്ട് കാർ പാർക്കിലോട്ട് പോവാണ്. ഇവിടുത്തെ എല്ലാ ഷോപ്പിംഗ് മാളും ഓരോ തരത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ തീം കാണുമായിരിക്കും. അതായത് ഇപ്പം ഈ ഒരു ഫ്ലോർ മൊത്തം കണ്ടോ, ഇവിടെ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ താഴെ എല്ലാം റീറ്റെയിൽ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ആഹാ, കൊള്ളാലോ, അടിപൊളി സോക്സ് ആണല്ലോ അത്. ഇതുപോലത്തെ സോക്സ് മേടിക്കുന്നത് നല്ലതല്ലേ. കൊള്ളാം. തുണിക്കടയിലൊന്നും ആരും ഇല്ല കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ ഈ രാത്രി ആയതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ ലെവൽ 1-ലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇവിടെ ഈ ഫുഡിൻ്റെ ഒക്കെ ഡിസ്പ്ലേ വെച്ചേക്കുന്നുണ്ടോ? സ്റ്റൈലാണല്ലോ. കണ്ടാൽ നല്ല ഒറിജിനലാണെന്ന് തോന്നുന്നു. ആക്ച്വലി പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കാർ പാർക്കിലോട്ട് പോകണം. അങ്ങോട്ട് നേരെ പോകണം. ഈ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടല്ലോ, ഇത് ഈ ഡാൻസീസ് എന്ന് പറയുന്ന MRT ആയിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഷോപ്പിംഗ് മാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ MRT എടുത്ത് നമുക്ക് പോകാം. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളത് എനിക്കിപ്പോൾ പോകേണ്ടത് എസ്കലേറ്റർ എടുത്ത് B1-ലോട്ടാണ് പോകേണ്ടത്. B1 അല്ല, B2. ഈ ബേസ്മെൻറ്റിലൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. എല്ലാ ഫുഡ് ചെയിൻസാണ് ഇവിടെ. നമുക്ക് ഇതുണ്ട്, ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ ഷോപ്പുകൾ എല്ലാം ഈ ഒരു ഫുഡ് ചെയിനുകളാണ് ഇവിടെ കാണുന്നത്. ആഹാ, അതുകൊള്ളാലോ, അടിപൊളി. ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് ഓരോ ഐഡിയാസ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ ഈ മിസ്റ്റർ കോക്കനട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക്സ് സ്റ്റേഷനാണ് കേട്ടോ. സബ്വേ ഉണ്ട്. ഗൈസ്,
അപ്പോൾ ഗൈസ് ഇത് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഫിൽറ്റർ ഒന്നും ഇല്ലാതെ ഒറിജിനൽ ആയിട്ടുള്ള എൻ്റെ ഫേസ് ആണ് കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഫീലാണ് കിട്ടിയത്. കാരണം നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഹൈഡ്രോഫേഷ്യൽ ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ നമുക്കൊരു 10 സെഷനൊക്കെ നമ്മൾ മിനിമം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പം അതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ എടുക്കും. അങ്ങനെ നമുക്കൊരു 10 സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേറെ ലെവലാവും. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പം സീ യു ഗൈസ് ലേറ്റർ. ദിസ് ഇസ് ടോണി ചാൻ സിംഗപ്പൂർ സൈനിങ് ഔട്ട്. ബൈ.